കാട്ടുമൃഗശല്യമുണ്ടോ? എങ്കിൽ അതിന് പരിഹാരവുമുണ്ട്. നിങ്ങളുടെ കൃഷിയിടത്തിന് സംരക്ഷണമൊരുക്കാൻ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ്. കാട്ടുമൃഗങ്ങളുടെ കടന്നുകയറ്റത്തിൽ നിന്നും കൃഷിയെയും കൃഷിയിടത്തെയും സംരക്ഷിക്കാൻ ആധുനിക വൈദ്യുത വേലി നിർമ്മിച്ചു നൽകുന്നു. മിതമായ നിരക്കിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാനായി ബന്ധപ്പെടൂ. ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽസ് സോളാർ ഫെൻസിംഗ്, കിള്ളിമംഗലം, ചേലക്കര. ഫോൺ 9744151556 8086216686. ഗതികെട്ട ഗതാഗതത്തിൽ പ്രതിഷേധിച്ച BMSന്റെ സമരം. വാടാനംകുറിശി മേൽപ്പാലം സർവീസ് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് BMS മോട്ടോർ ആൻഡ് ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം രംഗത്ത്. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, ജനങ്ങളുടെ യാത്രാക്ലേശം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് BMS മോട്ടോർ ആൻഡ് ഓട്ടോറിക്ഷ മസ്ദൂർ സംഘത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വാടാനംകുറിശി ഹൈസ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് വാടാനംകുറിശി റെയിൽവേ ഗേറ്റിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ BMS ജില്ലാ സെക്രട്ടറി K. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഒരു ഗർഭിണിയെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയാൽ അവരത് ഹോസ്പിറ്റലിൽ എത്തുമോ എന്നുള്ളത് നമുക്ക് സംശയമാണ്. ഈ റോഡിലൂടെ ഒരു കാർഡിയോ പേഷ്യന്റിനെ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയാൽ അവരുടെ അവസ്ഥ എന്താവുമെന്നുള്ളത് നമുക്ക് ആലോചിക്കാൻ പോലുമല്ലാത്ത അവസ്ഥയാണ്. അത്രയും ദുർഘടം പിടിച്ച ഒരു റോഡായി നമ്മളുടെ വാടാനംകുറിശി റോഡ് മാറിയിരിക്കുന്നു. ഇതിനെതിരെ പ്രതിഷേധിക്കാൻ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും നേതാക്കന്മാർക്കും സംഘടനകൾക്കും ഭയമുണ്ടെങ്കിൽ കിരണ പതാക പിടിച്ചു നടക്കുന്ന ഭാരതീയ മസ്ദൂർ സംഘത്തിന് യാതൊരു ഭരണവുമില്ല. ഏതൊരു ഭരണകൂടത്തിനെതിരെയും സമരം ചെയ്യാൻ ഞങ്ങൾ സജ്ജരാണ്, ഏത് സമയത്തും എന്ന് കൂടി നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു സാധാ ഓട്ടോറിക്ഷ തൊഴിലാളി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓടിക്കഴിഞ്ഞാൽ അവന് കിട്ടുക 100-600 രൂപയായിരിക്കും. ഈ ഓട്ടം കഴിഞ്ഞ് രാജോട്ടന്റെ ഒക്കെ ആക്സിഡന്റ് ഇടുന്നുകൊണ്ട് അതിന്റെ വർക്ക്ഷോപ്പിൽ കൊടുക്കാൻ തന്നെ ഒരു ദിവസം അത്ര തുക നമുക്ക് ആവശ്യമായിട്ട് വരും, അല്ലേ? സാധാരണ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാ, ഒരു വാഹനവും പോകാറില്ല. ഇവിടെ ബൈക്കുകൾ വീണിട്ടും കുഴിയിൽ വീണിട്ടും ഒക്കെ ആക്സിഡന്റുകൾ ഉണ്ടായി എന്നാണ് എന്റെ സഹപ്രവർത്തകർ ഞാനിവിടെ വന്നപ്പോൾ എന്നോട് പറയുകയുണ്ടായി. ഇത്രയും പ്രധാനപ്പെട്ട ഒരു റോഡ് 5 വർഷമായിട്ട് ഇതേ അവസ്ഥയിലായിട്ട് അതിനെതിരെ ഭരണകൂടം കണ്ണു തുറക്കുന്നില്ല എങ്കിൽ അത് തീർത്തും നമ്മളോടുള്ള പൊതുജനത്തിനോടുള്ള അനാസ്ഥയാണ്, അനാദരവാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു ഭരണകൂടം അധികാരത്തിൽ വന്നാൽ അത് സാധാരണക്കാരന് വേണ്ടി ഭരിക്കുന്നതിനും സാധാരണക്കാരന് വേണ്ടി നയങ്ങൾ രൂപീകരിക്കുന്നതിനും അവന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും വേണ്ടി വരേണ്ട ഭരണകൂടം ഇത്തരത്തിൽ അധപ്പതിച്ചത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് കാണാനുണ്ടെങ്കിൽ അത് കേരളത്തിൽ മാത്രമായിരിക്കും. യൂണിയൻ മേഖലാ സെക്രട്ടറി ചെമ്പ്ര രാജീവ് അധ്യക്ഷനായി. മേഖലാ ജോയിന്റ് സെക്രട്ടറി രാജേഷ് തത്തനംപിള്ളി, ജില്ലാ കമ്മിറ്റി അംഗം വിജയരംഗൻ, ജില്ലാ ജനറൽ സെക്രട്ടറി സമാരോഹ് ശശി ചോറോട്ടൂർ, BMS ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ധർണയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഇനിയും പുസ്തകം ചുമക്കണോ അതോ ടെക്നോളജിയിലൂടെ കുതിക്കണോ? സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കുന്നതോടൊപ്പം നേടാം കരിയർ വിത്ത് സ്റ്റാറ്റസ്, ഇൻകം ആൻഡ് ഫ്രീഡം. കേരളത്തിൽ പഠനം, ഉത്തരേന്ത്യയിൽ പരിശീലനം, വിദേശത്ത് ജോലി. പഠിക്കുന്നവർക്കെല്ലാം ജോലിയും വിദേശാവസരങ്ങളും. ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ, ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട്. കൂടുതലറിയാൻ വിളിക്കൂ www.bridco.co.in. Bridco and Bridco, JRJ Complex, Main Road, Ottapalam.